എനിക്കെന്തോ ദൈവത്തിന്റെ ബോധ്യം ദൈവം ഇവിടെ തരിക. നിന്റെ വീടിനകത്ത് ഒരു ജയത്തിന്റെ ഘോഷം ഞാൻ കേൾക്കുന്നൊരു ശബ്ദം പറയാൻ. ചിലരുടെ ലൈഫിൽ ഒരു ഞെട്ടലോടെ ചില ജയം വെളിപ്പെടാൻ പോവാ. നിന്റെ വീട്ടിൽ ദൈവം ചെയ്യാൻ പോകുന്ന ജയം ചിലർക്ക് ഞെട്ടലാരി. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവെഴുത്തിലേക്കാണ് ഇന്ന് നമ്മുടെ ചിന്തകളെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മാറോട് ചാരിയിരുന്ന മനുഷ്യനാണ് യോഹന്നാൻ. 5 പുസ്തകങ്ങൾ യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1, 2, 3 ലേഖനങ്ങൾ തീർന്നില്ല. വെളിപ്പാട് പുസ്തകം. മറ്റ് 4 സുവിശേഷകന്മാരിൽ വെച്ച് ഏറ്റവും ഈടുറ്റ സന്ദേശമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ വിവരണം. 13 അധ്യായം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷകളുടെ വലിയൊരു നിര യോഹന്നാൻ കുറിച്ചു വെച്ച ശേഷം, സ്തോത്രം, യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദായിൽ സാത്താൻ പ്രവേശിക്കുന്ന ഭാഗമൊക്കെ 13 അധ്യായം കൊണ്ട് എഴുതി തീർത്തിട്ട് 14-ാമത്തെ അധ്യായം മുതൽ ജനത്തോടും ശിഷ്യന്മാരോടും യേശു സംസാരിക്കുന്ന 3 അധ്യായങ്ങളാണ് 14, 15, 16 അധ്യായങ്ങൾ. ആ അധ്യായത്തിനകത്തെ വളരെ ശ്രദ്ധേയമായ ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. 16-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക. കർത്താവിനറിയാം, കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നു, ഇനിയും തിരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ പോവുക. തൻ്റെ കൂടെ ആകർഷിതരായിട്ടിറങ്ങിയ ജനത്തോടും ശിഷ്യന്മാരോടും കർത്താവ് സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. ഇവിടെ 33-ാമത്തെ വാക്യം ആദ്യം വായിച്ചിട്ട് നമുക്ക് ധ്യാനം തുടങ്ങാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് പറയാ, ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം, നിങ്ങൾ എൻ്റെ സമാധാനം കണ്ടെത്തി ജീവിക്കണം. അതിനാണ് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നത്. സ്തോത്രം. രണ്ടാമത് പറയാ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ. എന്നാലും പേടിക്കണ്ട, ധൈര്യപ്പെട്ടോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന ലോകത്തെ ഞാൻ ജയിച്ചവനാണ്. അത്രയും വിവരിക്കുമ്പോൾ ഇന്നത്തെ പ്രസംഗം തീരും. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം കർത്താവ് 14-ാം അധ്യായം 16-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. 1-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദൈവത്തിന് സ്തോത്രം. 16-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. മുമ്പേ പറഞ്ഞു. സ്തോത്രം. 33-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത്. 1-ാമത്തെ വാക്യത്തിൽ എഴുതി, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കേണ്ടതിനാണ് ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 14-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ, പരിശുദ്ധാത്മാവിനെ തരുന്ന കാര്യവും നിന്നെ നടത്തുന്ന കാര്യവും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്നും എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി ചെയ്യുമെന്നൊക്കെ അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തുക. കാരണം എന്തോ ഒരു കാര്യം കർത്താവിന് ഇവരോട് പറയാനുണ്ട്. അങ്ങനെ കർത്താവ് അവരെ പറഞ്ഞ് ധൈര്യപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുവരികയാണ്. 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ കർത്താവ് പറയുക, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. ഹല്ലേലൂയ. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാനില്ലാതെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് 14 വായിച്ചു. ഞാനില്ലാതെ നിനക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലെന്ന് 15 വായിച്ചു. ഇവരെ ധൈര്യപ്പെടുത്തുക. കാരണം ഏതോ ഒരു പ്രശ്നത്തെ ഇവർ ഫേസ് ചെയ്യാൻ പോവുക. ആ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തിനകത്ത്
പതറാതിരിക്കാൻ ദൈവം ഇവരെ പറഞ്ഞുറപ്പിക്കുക. ഞാൻ എപ്പോഴും ഓർപ്പിക്കാം, ദൈവവചനം കേൾക്കുന്നതിൻ്റെ പ്രാധാന്യത എന്താണെന്നറിയാമോ? നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഓർത്തോണം, ഈ വചനം നീ കേട്ടായിരുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കാനായിട്ട് സ്തോത്രം 16-ാം അധ്യായം എടുത്ത് 15-ാം അധ്യായത്തിൽ ഇയാൾക്ക് പിന്നെ വരും. 16-ന്റെ 1 വായിച്ച്. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. കേട്ടോണം, അവര് നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. അങ്ങനെ കർത്താവ് പറഞ്ഞു താഴോട്ട് വരുമ്പം ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു. ഞാനോട് സത്യം പറയാം, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോകാഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. കർത്താവ് പറയും, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാ. ഞാൻ പോകാഞ്ഞാൽ ആരാ കാര്യസ്ഥൻ? പരിശുദ്ധാത്മാവ്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് 12-ാം വാക്യം. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. ഇനി ഒത്തിരി കാര്യം പറയാനുണ്ട്, എല്ലാം കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് വഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. 13-ാം വാക്യം. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. എല്ലാം പറഞ്ഞ് ശിഷ്യന്മാരെയും ദൈവജനത്തെ ഉറപ്പിക്കുക. എന്നിട്ട് 16-ാമത്തെ അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ കൊണ്ടു നിർത്തിയ ഭാഗമാണ് നമ്മൾ വായിക്കാനായിട്ട് പോയത്. ദൈവത്തിന് സ്തോത്രം. ആ വചനം ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന്. അപ്പൊ ഇവിടെ ബൈബിൾ പറയുകയാണ്, ദൈവത്തിൽ നിന്നുള്ള സമാധാനം വേണം നമ്മൾ പ്രാപിക്കാൻ. അടുത്തിരിക്കുന്നൊക്കെ ഒന്ന് കൈ കൊടുത്ത് പറ, ദൈവത്തിൽ നിന്നുള്ള സമാധാനം വേണം നമ്മൾ പ്രാപിക്കാൻ. സ്തോത്രം. എനിക്കെന്തോ ദൈവം വലിയ ബോധ്യം തരിക, സമാധാനമില്ലാത്ത ചില വിഷയത്തിനകത്ത് വലിയ സമാധാനം ഈ ദിവസങ്ങളിൽ തരാൻ പോവുക. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ സമാധാനമില്ലാത്ത മാതാപിതാക്കളുണ്ടെങ്കിൽ ഓർത്തോ, ആ വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ എണ്ണപ്പെട്ട ദിവസങ്ങൾക്കകത്ത് വലിയ സമാധാനം ദൈവത്തിൽ നിന്ന് തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജോലിയോട് ബന്ധപ്പെട്ട് സമാധാനമില്ലാത്തവർ, സാമ്പത്തിക വിഷയത്തിൽ സമാധാനമില്ലാത്തവർ, ആത്മാവ് എന്നോട് പറയുന്നു, അങ്ങനെയുള്ളവർ വലിയ സമാധാനം പ്രാപിക്കാൻ പോവുക. ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചില വാക്കുകൾ പോകാം. 147-ാം സങ്കീർത്തനത്തിൻ്റെ 13-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണുക, ദൈവം പറയുക, ഞാൻ ദേശത്ത് സമാധാനം തരും. എന്തുവാ? നിന്റെ ദേശത്ത് നിനക്ക് എന്തോ ചെയ്യാൻ പോവാ? സമാധാനം തരാൻ പോവാ. സമാധാനത്തോടെ പാർക്കാൻ കഴിയാത്ത നിന്റെ ദേശം സമാധാനമുള്ള ദേശമായി മാറാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുമോ? 147 സങ്കീർത്തനം 13-ാം വാക്യമാ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പം പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അവിടെ നിന്റെ വീടിന് സമാധാനം തരുമെന്ന. അപ്പം ദേശത്തിന് സമാധാനം തരും. ഒന്ന് നെഞ്ചത്ത് കൈ വെച്ചാൽ, എൻ്റെ ദേശത്ത് ദൈവം സമാധാനം തരും, എൻ്റെ വീടിന് ദൈവം സമാധാനം തരും. അപ്പോസ്തലപ്രവൃത്തി 9:31 സഭകൾക്ക് സമാധാനം ഉണ്ടായി. അപ്പം സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അപ്പം ആ ദേശത്ത് സമാധാനം, വീടിന് സമാധാനം, സഭയ്ക്ക് സമാധാനം. യെശയ്യാ 54:13 നിന്റെ മക്കൾക്ക് സമാധാനം. ഒരാമീൻ വരുന്നില്ല. എന്തോ എനിക്കിന്ന് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, നിന്റെ ദേശം തൊട്ട് സമാധാനമാകാൻ പോവാ. എന്നോട് ദൈവം പറയുകയാണ്, സമാധാനം തരാത്ത നിന്റെ ദേശത്ത് നിനക്ക് വലിയ സമാധാനം തരാൻ പോവാ. സ്തോത്രം. കർത്താവിൻ്റെ ദാസി ലേവ്യ പുസ്തകത്തിൽ വായിച്ച വാക്യത്തിനകത്ത് ഒരു വാക്യം കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ വാക്യത്തിനകത്തും ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ എന്ത് ചെയ്യും? നീക്കിക്കളയും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയുക, വലിയ സമാധാനം. ഒരിക്കല് ഒരപ്പച്ചനും അമ്മച്ചിയും സ്തോത്രം തന്നെ താമസിക്കുന്നതിൻ്റെ വീടാ. അപ്പം ആ അപ്പച്ചനും അമ്മച്ചിയും
ഒരു പഴയ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം സ്തോത്രം, ആ അപ്പച്ചൻ്റെ മോനൊക്കെ ഒരു പുതിയ വീട് വെച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ ഇവർ വെച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ പണിയൊക്കെ ബ്ലോക്കായി കിടക്കുക. അവർക്ക് അതിനെക്കാട്ടി വലിയ വിഷയം എന്താണെന്നറിയോ? സ്തോത്രം. അവരുടെ വീടിന് മുമ്പിൽ ആരാണ്ട് കൊണ്ടുപോകാൻ ഒരു തടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട്, ഒരു വലിയ പ്ലാവിൻ്റെ തടി. പിള്ളേരെല്ലാം വൈകിട്ട് വന്ന് ആ തടിയുടെ മണ്ടയ്ക്കിരുന്ന് ബിയർ കുടിച്ചു കുപ്പി പൊട്ടിച്ച് അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെ വീട് മുറ്റത്തോട്ടിടും. സ്തോത്രം. എന്നെ എന്നും വിളിക്കുക, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കും. ഒരു സമാധാനവും ഇല്ല പാസ്റ്ററെ. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം, എന്നും വിളിക്കുക. പക്ഷെ പ്രായമുള്ള ആളായതുകൊണ്ട് ചെറുപ്പക്കാരി ചിലപ്പോൾ എന്നും വിളിച്ചാൽ ബ്രദറെ എപ്പോൾ വിളിക്കാമെന്നൊക്കെ പറയും, വല്ലപ്പോഴും ഒക്കെ വിളിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ ഈ പ്രായമുള്ളവരായിട്ട് അങ്ങനൊന്നും പറഞ്ഞില്ല, വിളിച്ചോളാൻ പറഞ്ഞു. അവർക്കൊരു സമാധാനമായിട്ട് ഞാൻ എപ്പോഴും വിളിച്ചാലും എന്നെ പറ്റുമെങ്കിൽ ഞാൻ എടുത്ത് പ്രാർത്ഥിക്കും. അപ്പം അമ്മച്ചിക്ക് ഒരു കുഴപ്പമുണ്ട്, ഒരു പ്രാവശ്യം എടുത്തില്ലെങ്കിൽ 50 പ്രാവശ്യം വിളിച്ചു കളയും. സ്തോത്രം. അത് നമ്മൾ ക്ഷമിക്കും, കാരണം പ്രായമുള്ള ആളല്ലേ. പ്രായമുള്ളവരോടൊക്കെ ഒരു പ്രത്യേക ബഹുമാനമാണ്, പ്രത്യേകിച്ച് പ്രായമുള്ളവരോടൊക്കെ ഒരു പ്രത്യേകിച്ചുള്ളൊരു ബഹുമാനമാണ്. നിങ്ങളെ കാണുന്നതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ദിവസം അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. സാധാരണ 2 കുപ്പിയെ പൊട്ടിച്ചുള്ളത്, അന്ന് കേസ് കൊടുത്തന്ന് 6 കുപ്പി പൊട്ടിച്ചിട്ടു. പോലീസുകാർ പറഞ്ഞു ഇവരോടൊന്നും പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞങ്ങൾ വരുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല, രാത്രി ഇവർ എവിടെയെങ്കിലും ഇന്ന് കുടിച്ചേച്ച് ഒരു കുപ്പി മേളിലോട്ട് പൊക്കിയിടും, അടുത്ത കുപ്പി അങ്ങോട്ട് എറിയും, അത് രണ്ടും കൂടെ ആകാശത്ത് പൊട്ടിച്ച് താഴെ വീഴും. സ്തോത്രം. ചുരുക്കി പറയാം, ഒരു ദിവസം ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ദേശം വിട്ടു പോകാൻ പോവാ. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി ദേശത്ത് സമാധാനം തരുമെന്നാ വചനം. അപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മച്ചി അമ്മച്ചി എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഏതാ വാക്യം? ഞാൻ ഈ സങ്കീർത്തനത്തിലെ വാക്യം പറഞ്ഞു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ പിന്നെ ആൻറ്റി വിളിക്കുന്നില്ല. എപ്പോഴും വിളിക്കുന്നവർ 6 മാസം വിളിക്കാതിരുന്നാൽ നമുക്കൊരു വിഷമം വരത്തില്ലയോ? ഇനിയും വല്ലതും സംഭവിച്ചാണ്, പ്രായമുള്ള മനുഷ്യരല്ലേ. ഞാനൊരു ദിവസം അങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ആൻറ്റി എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇപ്പം പിള്ളേരുടെ ശല്യമുണ്ടോ? ഒരു ശല്യവും ഇല്ല. ഇങ്ങനെ സമാധാനം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ചോദിച്ചു, എങ്ങനെയാ സമാധാനം കിട്ടിയേ? ദൈവം ഒരു പ്രവൃത്തി പെട്ടെന്ന് ചെയ്തു. ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിട്ടിരിക്കുന്ന തടിയുടെ മണ്ടയ്ക്ക് കയറുന്നവന്മാർ കുടിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് വീട്ടുകാർ സ്തോത്രം ഒരു പുതിയ വീട് വെച്ചപ്പോൾ അവരുടെ പഴയ വീട് റെൻറ്റിന് കൊടുത്തപ്പം ഇപ്പോൾ പുതുതായിട്ട് ചാർജ് എടുത്ത CA ആ വീട് റെൻറ്റിനെടുത്തേ. തടിയുടെ മുമ്പിലാണ് പോലീസ് ടീം വർക്ക് ചെയ്യുന്നത്. ഈ പിള്ളേർ എതിരെ പോയെന്നൊരു പിടിയില്ല. അമ്മച്ചി എന്നോട് പറയാ, ഈ സങ്കീർത്തനത്തിലെ വാക്യത്തിന് ഇത്രയും ശക്തി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, അവൻ ദേശത്ത് സമാധാനം തരും. ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്ത് സമാധാനം തരും, നിങ്ങൾ കിടക്കും, ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ ദേശത്തു നിന്ന് ദുഷ്ടമൃഗങ്ങളെ സമാധാനത്തെ കെടുത്തുന്ന ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും. വാൾ നിങ്ങളുടെ ദേശത്തൂടെ കടക്കയില്ല. നിന്റെ ദേശത്ത് അനർത്ഥം എന്ന് കേൾക്കുകയില്ല. ഓ, എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് ഇടപെടുന്നേ. നിന്റെ സമാധാനം കെടുത്തിയ വിഷയത്തിനകത്ത് വലിയ സമാധാനം വരാൻ പോവുക. സ്തോത്രം. 1, നിന്റെ ദേശത്ത് സമാധാനം തരും. 2, നിന്റെ വീടിന് സമാധാനം തരും. 3, സ്തോത്രം, നിന്റെ മക്കൾക്ക് സമാധാനം തരും. 4, സഭകൾക്ക് സമാധാനം തരും. സ്തോത്രം. 1 നെഞ്ചത്ത് കൈവച്ച് പറ, സ്തോത്രം, എൻ്റെ ദേശത്ത് സമാധാനം തരും, എൻ്റെ വീടിന് സമാധാനം തരും, എൻ്റെ മക്കൾക്ക് സമാധാനം തരും, എൻ്റെ സഭയ്ക്ക് സമാധാനം തരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനി ആ സമാധാനം എന്തുവാ? യോഹന്നാന്റെ സുവിശേഷം വായിക്കുക. ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തന്നേച്ചു പോകുന്നു. ഇത് ആരുടെ സമാധാനമാ? ദൈവത്തിൻ്റെ സമാധാനമാ. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യ്. നിന്റെ വീടിനകത്ത് ഇനി പോരാട്ടമല്ല വരാൻ പോകുന്ന ദൈവത്തിന്റെ സമാധാനം. ഓ ഹല്ലേലൂയ. ചില വീടിന്റെ അന്തരീക്ഷം മാറുകയാ. നിന്റെ വീടിനകത്ത് ആ ദൈവത്തിന്റെ സമാധാനം. ഓ ഹല്ലേലൂയ.
ഒരു പടിയുടെ കയറി പറയാ, വീടിനകത്ത് മാത്രമല്ല സമാധാനം. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയാ, ക്രിസ്തുവിന്റെ സമാധാനം നിന്റെ ഹൃദയങ്ങളിൽ വാഴട്ടെ. കേട്ടോ, നിന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ, ഹൃദയത്തെ അസ്വസ്ഥമാക്കിയ ആ പോരാട്ടങ്ങൾ പൊട്ടിയിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് ആ സമാധാനം വാഴാൻ പോവുക. ചില വിഷയത്തിൽ നിങ്ങൾ ഒരു പ്രവചന ദൂത് പോലെ എഴുതിയിട്ടോ, നിന്റെ ദേശം തൊട്ട് ദൈവം അങ്ങോട്ട് സമാധാനമാക്കാൻ പോവാ. നിന്നെ പാർപ്പിക്കത്തില്ലെന്നൊക്കെ ചിലർ വാദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കിക്കോണം, ആരും ഓടിക്കാതെ ചിലർ ഓടിപ്പോവും. കാരണം നിന്നെ ദേശത്ത് ദൈവം എന്ത് ചെയ്യാൻ പോവാ? സമാധാനത്തോടെ പാർപ്പിക്കാൻ പോവാ. തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യ. എന്നോട് ദൈവം പറയാ, സമാധാനം കെടുത്തുന്ന ചിലത് യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലെ അല്ല. ലോകം തരാത്ത സമാധാനം ദൈവം തരികയാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ലോകത്തിന് തരാൻ കഴിയാത്ത സമാധാനം ആര് തരിക? ആര് തരിക? ഒന്ന് പറഞ്ഞേ, ആര് തരുന്നു? ദൈവം തരുന്നു. ഒരാമീൻ പറഞ്ഞോ. എന്നാൽ ഇന്നിവിടെ വചനം കേൾക്കുന്ന ചിലരോട് ദൈവം പറയാ, ലോകം തരാത്ത സമാധാനം നിനക്ക് യേശു തരാൻ പോവുക. ഇനി ഇച്ചിരി ഗഹനമായി പറയാം. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുമ്പം ആ സമാധാനം കത്തിച്ച സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. എന്താ സമാധാനമാ? സകല എന്നോട് ദൈവാത്മാവ് ദൂത് പറയുക, അല്പ ദിവസത്തിനുള്ളിൽ നീ സങ്കടപ്പെട്ട വിഷയത്തിൽ വലിയ സമാധാനം അനുഭവിക്കാൻ പോവാ. ഇത് ഈ വചനത്തിന്റെ പ്രവചന ദൂതാണ്. ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുന്നു, ആരോടൊക്കെയോ ദൈവം പ്രവചിക്കുന്നു. നിന്റെ ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത സമാധാനം. ഹല്ലേലൂയ. ഞാൻ സമാധാനം എന്ന വാക്കവിടെ വിടുക, കാരണം അതല്ല ഇന്നത്തെ മെസ്സേജ്. രണ്ടാമത് പറയുക, സ്തോത്രം, ലോകത്തിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട്? കഷ്ടമുണ്ട്. സ്തോത്രം. പക്ഷെ 46 സങ്കീർത്തനം പഠിപ്പിക്കുന്ന കേട്ടോ, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാ. സ്തോത്രം. കഷ്ടങ്ങളില് ചില കഷ്ടം വന്നത് തകർക്കാനല്ല, എൻ്റെ തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായവര് ദൈവത്തിന് സ്തോത്രം ചെയ്യ. ഒരിക്കൽ ഒരു രാജാവ് പറഞ്ഞു, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. സ്തോത്രം. ഈ കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പം പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ഉണ്ട്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല എന്നും അത് ദൈവത്തിന്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നു ഉള്ളത്. അടുത്ത കേട്ടോ, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഇടുങ്ങിയിരിക്കുന്നില്ല. ഒരാമീൻ പറഞ്ഞാട്ടെ. ഞങ്ങൾ സകല വിധത്തിലും എന്തോ സഹിക്കുന്നുണ്ട്, കഷ്ടം സഹിക്കുന്നു. പൗലോസ് പറയാ, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, സാരമില്ലെന്ന് പറ. തെസ്സലോനിക്കർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്ക സഭയെക്കുറിച്ച് എഴുതിക്കുക, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരിയായി തീർന്നു. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. എത്ര വലിയ കഷ്ടത്തിലൂടെ പോയാലും വചനം കൈക്കൊള്ളുന്നത് എങ്ങനാ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. നിങ്ങൾക്കറിയാമോ, വചനം കേൾക്കുമ്പോൾ ഉറങ്ങുവല്ല ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അടുക്ക ഉറങ്ങുന്നവരും വല്ലതും ഉണ്ട്, തൊട്ടച്ച് പറയണം, ബ്രദറെ ഉറങ്ങരുത്, അല്ലെ ഇച്ചിരി വെള്ളം മുഖത്ത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ ആരും ഉറങ്ങിയില്ലെന്നാലും ഞാൻ പറഞ്ഞത് തൂക്കം ചിലർക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട്. അപ്പം നിങ്ങളിങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ടെ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരാനാ ശ്രമിക്കുന്നത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി. തെസ്സലോനിക്ക സഭയോട് പറയുക, തെസ്സലോനിക്ക സഭയെ നിങ്ങളുടെ വിശേഷത അറിയാമോ? ബഹുകഷ്ടം
സഹിക്കേണ്ടി വന്നിട്ടും. നമുക്കൊക്കെ അന്ന് യോഗത്തിന് വരുമ്പോൾ കഷ്ടം കുറഞ്ഞില്ലേ നമ്മൾ യോഗത്തിന് വരത്തില്ല. പിന്നെ ബ്രദറെ 5-6 യോഗത്തിന് വന്നിട്ട് ഒരു മാറ്റവും ഇല്ല. പണ്ടൊരു ബിസിനസ്സുകാരൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു 10-15 യോഗത്തിന് വന്നിട്ട് കച്ചവടം കൂടുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു അച്ഛൻ വരാതിരിക്കുന്നതല്ലേ. കണ്ട മിണ്ടുന്നില്ല. നിത്യജീവന്റെ വചനങ്ങളാണ് ഇവിടെ വെളിപ്പെടുന്നത്. ആ കൂട്ടത്തിൽ കോംപ്ലിമെന്റ് കിട്ടുന്നവല്ലോക്കെ വിടുതലൊക്കെ അതോർത്ത് സ്തോത്രം ചെയ്യ്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് പറയുക, ഇത് കച്ചവടം കൂട്ടുന്ന സ്ഥലമല്ല, അത് നന്മയും കരുണയും പുറകെ വരുമെന്ന വചനം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്ക്, അതോടുകൂടെ ഇതൊക്കെയും നിന്റെ പുറകെ വരുമെന്ന ഒരാമയും പറഞ്ഞാട്ട്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരും. പക്ഷേ ഇടയൻ മുമ്പിൽ വേണം. ഒരു നല്ല ഹല്ലേലൂയ പറ. ഇച്ചിരി ഗഹനമായിട്ട് നമുക്ക് ദൂതിലോട്ട് പോകാം. അപ്പം ദൈവത്തിന് സ്തോത്രം. അടുത്ത ഭാഗത്തേക്കാണ് നമ്മുടെ ചിന്തകളെ കൊണ്ടിരുന്നത്. അപ്പം ഈ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. എനിക്ക് ഇന്ന് ജയം എന്ന പദമാണ് നിങ്ങളോട് പറയാനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് നിയോഗം തന്നിരിക്കുന്നത്. സ്തോത്രം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തേച്ച് പറ, നിന്റെ ലൈഫിൽ എന്തോ ഒരു ജയം നടക്കാൻ പോവാ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാലും ധൈര്യപ്പെട്ടോ, ഞാൻ ആ ലോകത്തെ ജയിച്ചവനാ. അങ്ങനെയാണ് യേശു ജയിച്ച ലോകത്തെ നീയും ജയിച്ചേ പറ്റൂ. നിന്നെ തകർക്കുകയും ഇല്ലായ്മപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ ശക്തികളുടെ മുമ്പിൽ നിനക്കൊരു വിജയമുണ്ട്. നമുക്ക് ബൈബിളിലെ ചില വചനങ്ങൾ വായിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനം എടുക്കാം, 5-ാം അധ്യായം എടുക്കാം. 4-5 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. 1 John chapter 5 verse 4 and 5. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിക്കണേ ആരിൽ ജനിക്കണം? ദൈവത്തിൽ നിന്ന്. ദൈവത്തിൽ ജനിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് കൈയോടുത്ത് ചോദിച്ചേ, ദൈവത്തിൽ നിന്ന് ജനിച്ച ആളാണെന്ന് ചോദിച്ചേ. നല്ല ഭാഷ. വീണ്ടും ജനനം പ്രാപിച്ച ആളാണോ? ആണോ? ആണോ? ആണെങ്കിൽ പറയാം, നിനക്ക് ലോകത്തെ ജയിക്കാൻ പറ്റും. അടുത്ത വാക്യം, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ എങ്ങനെയാണ് ലോകത്തെ നമ്മൾ ജയിക്കുന്നത്? ബൈ ഫെയ്ത്ത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്തുവായി ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞ? വെളിപ്പാട് പുസ്തകത്തിൽ വാക്യമുണ്ട്, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും സാക്ഷ്യ വചനം ഹേതുവായും ജയിച്ചിരിക്കുന്നു. അപ്പം 3 പേരെ അവിടെ എഴുതിയിരിക്കുന്നത്. 1, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ജയിക്കുന്നു. 2, കുഞ്ഞാടിന്റെ രക്തത്താൽ അവർ ജയിക്കുന്നു. 2, വചനം കൊണ്ട് അവർ ജയിക്കുന്നു. ആമേൻ, സ്തോത്രം. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒത്തിരി തോൽവി കണ്ട നിങ്ങളോടാ ദൈവം സംസാരിക്കുന്നത്. ഇനി ആ വിഷയത്തിൽ തോൽവിയില്ല. ഇനി ആ വിഷയത്തിൽ ദൈവം ഒരു വിജയം തരാൻ പോവുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ സ്തോത്രം. അടുത്തിരിക്കുന്ന കൈ കൊടുത്തോണ്ട് ചോദിച്ചേ, ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചേ. എന്നോട് ദൈവം വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ പറയാം. നമുക്കൊരു തോൽവി വന്നാൽ അതാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ, അല്ലേ? സഹകരിച്ചേ, അല്ലേ? നമുക്കൊരു വിജയം കിട്ടിയാൽ അതെല്ലാവരും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മൾ. മിണ്ടുന്നില്ല. സ്തോത്രം. നിങ്ങളുടെ മകൻ +2 മുഴുവൻ A+ വാങ്ങിച്ച് പാസ്സായി. നമ്മള് സണ്ണിപ്പാട് അടുക്ക ചെന്ന് കൈ കൊടുത്ത് വെച്ച് പറയും, പാസ്റ്ററെ അറിഞ്ഞായിരുന്നോ? എന്തുവാ സിസ്റ്ററെ? എന്തുവാ ബ്രദറെ? എന്നാലും പറയാ, എൻ്റെ മോൻ +2 ഫുൾ A+. പക്ഷെ ആ കുഞ്ഞ് +2 തോറ്റാൽ ചെന്ന് പാസ്റ്റർ അടുക്ക കൈ കൊടുത്തിട്ട് പറയുവോ? പറ. എന്തോ റിസൾട്ട് അറിഞ്ഞാലും നമ്മൾ പറയും, എന്തോ കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നമുണ്ട്.
റിസൾട്ട് എല്ലാവരുടെയും തെളിഞ്ഞു വരുന്നില്ല, ശരിക്കും തെളിഞ്ഞതാ. പക്ഷെ നമ്മുടെ തോൽവി ആരും, നിങ്ങൾ ചുമ്മാ തിരിഞ്ഞു നോക്കിയേ, എത്രയെത്ര വിഷയത്തിൽ ആരോടും പറയാതെ നമ്മൾ തോറ്റിട്ടുണ്ട്. സ്തോത്രം. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പലതും ചെയ്യും. പക്ഷെ എന്നോട് ദൈവം പറയുക, ആ തോൽവി നിമിത്തം ഉണ്ടായ ദുഃഖം ഇന്നും നിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. എന്നാൽ ദൈവാത്മാവ് പറയുക, ആ തോറ്റ വിഷയത്തിനകത്ത് ഒരു ജയത്തിന്റെ പ്രഖ്യാപനം. എന്തുമാത്രം നീ വിഷമിച്ചോ, സ്തോത്രം, സ്തോത്രം, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഞാൻ ഇന്ന് വിടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുക, നിന്റെ കുടുംബത്തിനകത്ത് ചില ജയത്തിന്റെ ആഘോഷം ഉടനെ ഉണ്ടാകാൻ പോവുക. ഓ ജീസസ്, ധൈര്യപ്പെട്ടോ, നിന്റെ ലീഡർ ജയിച്ചയാളാ, നിന്റെ നേതാവ് ജയിച്ചയാളാ, നിന്റെ രക്ഷകൻ ജയിച്ചയാളാ, നിന്റെ വീണ്ടെടുത്തവൻ ജയിച്ചയാൾ. ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, ഉടനെ ഒരു വിജയമുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, പ്രസംഗിക്കുന്ന എനിക്കും ഉണ്ട്. നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കേൾക്കാൻ പോവുക, എനിക്ക് ലഭിക്കുന്ന വിജയം, നിങ്ങൾക്ക് ലഭിക്കുന്ന വിജയം ഞാൻ കേൾക്കാൻ പോവുക, എനിക്ക് ലഭിക്കുന്ന വിജയം നിങ്ങൾ കേൾക്കാൻ പോവുക. ലൈവിൽ കാണുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ വിജയിക്കാൻ പോവുക. നിങ്ങൾ തോറ്റപ്പം ചിലർ ചിരിക്കുന്നുണ്ട്, അവരുടെ ചിരി നിൽക്കാൻ പോവുക. ഇനി അവര് നിന്നെ നോക്കി ചിരിക്കത്തില്ല, കാരണം നീ ജയിക്കാൻ പോവുക. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. നല്ലൊരു ആമയും പറഞ്ഞാട്ട്. ഈ ലോകത്തിന്റെ യേശു പറയുക, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു. നമ്മൾ ജയിക്കാൻ പോകുന്ന ചില മേഖലകളെ ഒന്ന് തൊടാൻ പോവുക. സ്തോത്രം. മനസ്സുകൊണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജയിക്കാൻ പോവുക. നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചേ. സ്തോത്രം. ഇപ്പം നിങ്ങൾ തോറ്റു നിൽക്കുക, പരാജയപ്പെട്ട് നിൽക്കുക. സാഹചര്യം പറയുന്നു നിങ്ങൾ ജയിക്കത്തില്ല, പക്ഷെ വചനം പറയുന്നു നിങ്ങൾ ജയിക്കും. നിന്റെ കൂട്ടുകാർ പറയുന്നു നീ തോറ്റുപോയല്ലോടാ, പരിശുദ്ധാത്മ പറയുന്നു നീ ജയിക്കാൻ പോവുക. ഏത് വിശ്വസിക്കും? ഏത് വിശ്വസിക്കും? ഏത് വിശ്വസിക്കും? ആര് പറയുന്ന വിശ്വസിക്കും? നാട്ടുകാർ പറയുന്ന വിശ്വസിക്കരുത്, ശത്രു പറയുന്ന വിശ്വസിക്കരുത്, എതിരാളി പറയുന്നത് വിശ്വസിക്കരുത്. ദൈവം പറയുന്നത് മാത്രം വിശ്വസിച്ചേ. നമുക്ക് ഒന്നിച്ചെന്ന് പറയാം, ഞങ്ങൾ ജയിക്കാൻ പോവാ. ഞങ്ങളുടെ യേശു ഞങ്ങളോട് സംസാരിക്കുന്നു, ഞങ്ങൾ ജയിക്കാൻ പോവാ. ഹല്ലേലൂയ. സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. എവിടൊക്കെയോ ജയത്തിന്റെ കൊടി ഉയരുവാനായിട്ട് പോകുകയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ നെഞ്ചത്ത് കൈവച്ച് പറ, എനിക്കൊരു വിജയം കർത്താവ് തരും. ഹല്ലേലൂയ. എനിക്ക് കർത്താവിന്റെ ആത്മാവ് പറ, എവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നിങ്ങളുടെ വിശ്വാസം തന്നെ. അപ്പൊ ഈ ലോകത്തെ ജയിക്കാൻ ഭയങ്കര പാടാ. സ്തോത്രം. 3-ാം സ്വർഗം വരെ പോയ പൗലോസ്, സ്തോത്രം, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു വചനമുണ്ട്. സ്തോത്രം. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികൾ. ഈ ലോകത്തിന് എന്തുണ്ട്? ഒരു ദൈവമുണ്ട്. എന്തുവാ? ഈ ലോകത്തിന് ഒരു ദൈവമുണ്ട്. ഇന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയാ, ഇവിടെ ഒരു യുദ്ധം നടക്കാൻ പോവാ. സ്തോത്രം. മല്ല് പിടിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവമാ. പക്ഷെ ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നത് നിന്നെ രക്ഷിക്കുന്ന ദൈവമാ. ഓ, മനസ്സിലായവർ സ്തോത്രം ചെയ്യ്. എപ്പോഴും ഈ ലോകത്തിന്റെ ദൈവവും നമ്മളും തമ്മിലൊരു ഫൈറ്റിംഗ് ഉണ്ട്. സ്തോത്രം. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്തിന്റെ ദൈവം വിതയ്ക്കുന്ന പ്രതിബന്ധത്തെ ജയിക്കുന്ന ഒരു ദൈവമാ ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ വന്ന ദൈവം. വായിച്ചോട്ടെ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷം എന്തുള്ളതാ? പറഞ്ഞേ. തേജസ്സുള്ളതാ. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ
കല്ലിൽ കൊത്തിയ ശുശ്രൂഷയാ, അത് മരണ ശുശ്രൂഷയാ. പുതിയ നിയമത്തിലെ ശുശ്രൂഷ അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ആത്മാവിന്റെ ശുശ്രൂഷയാ, തേജസ്സിന്റെ ശുശ്രൂഷയാ, തേജസ്സിന്മേൽ തേജസ്സിന്റെ ശുശ്രൂഷയാ. ഒരാമയും വരുന്നില്ല. ഇന്നിവിടെ വെളിപ്പെട്ട് നിൽക്കുന്നത് അക്ഷരീക തേജസ് അല്ല, ആത്മീക തേജസ്സാ. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരികയാണ്. സ്തോത്രം. ഈ ലോകത്തിന്റെ ദൈവം, സ്തോത്രം, എനിക്ക് ദൈവാത്മാവ് ഒരു ദൂത് പറയാം. നിന്റെ കുടുംബത്തിൽ കഷ്ടമഴിച്ചു വിടുന്ന, നിന്റെ ആത്മീക ദർശനത്തെ തകർക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്തുവാക്കി വെച്ചേക്ക? ഇരുട്ടാക്കി വെച്ചിരിക്കുക. പൗലോസ് എഫെസോസിലെ സഭയോട് പറയുമ്പം പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. നിങ്ങളുടെ നമ്മുടെ പുറത്തേക്ക് നോക്കിയാ, പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും ദൈവത്തിന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പൗലോസ് പ്രാർത്ഥിക്കുക. ഒരാമയും വരുന്നില്ല. നിനക്ക് പ്രാർത്ഥിച്ച കാറ് കിട്ടുമെന്നറിയാം, നിനക്ക് പ്രാർത്ഥിച്ച കൊച്ചിന്റെ കല്യാണം നടക്കുമെന്നറിയാം, പക്ഷെ അതല്ല അറിയേണ്ടത്. ഇന്ന് നിന്റെ അകത്തെ കണ്ണ് തുറക്കണം. എന്തിനാ? വിശ്വസിക്കുന്ന നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു മന്ത്രവാദിക്കും ബന്ധിക്കാൻ കഴിയാത്ത, അളക്കാൻ വയ്യാത്ത ശക്തി. കണ്ടോ? യേശുവിന്റെ നാമത്തില് ആ ഹൃദയക്കണ്ണ് തുറന്നേ, യേശുവിന്റെ നാമത്തില്. ഇവിടത്തേക്ക് നമുക്ക് എടുക്കാൻ വയ്യാത്ത പ്രശ്നമുണ്ട്. ഇപ്പം തലയ്ക്ക് ഭാരമുണ്ട്. സ്തോത്രം. ഡോക്ടർ നോക്കിയപ്പോൾ 5-6 രോഗമുണ്ട്. വീട്ടിൽ കടക്കാർ വന്നിരിക്കുക. ഈ പ്രശ്നം എല്ലാം ഉണ്ടെങ്കിലും ഹൃദയക്കണ്ണ് തുറന്നാൽ ഈ പ്രശ്നമൊക്കെ തന്നെ നമ്മളങ്ങ് മറന്നുപോകും. സ്തോത്രം. പൗലോസിനെ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്ത് ചെയ്തിരിക്കുക? എന്താ കുരുടാക്കിയത്? ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം, സ്തോത്രം, അതിന്റെ പ്രകാശനം പ്രാപിക്കാതിരിക്കാൻ. കണ്ടോ? നീയും ഞാനും രക്ഷപ്പെട്ട എപ്പോഴാണെന്നറിയാമോ? ഈ സുവിശേഷത്തിന്റെ തേജസ് നമ്മുടെ മേൽ വന്നതാ. ഒരാമിയും പറഞ്ഞാട്ട്. ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് കനവുക്കൊന്ന് കൊട്ടാരത്തിലെ നടന്ന എന്തോ രസമാ കാണാൻ, അല്ലേ? നടന്നിട്ടില്ലയോ? പറ്റുന്നില്ലല്ലോ. ഉണ്ടോ? നല്ല മനോഹരല്ലേ? അല്ലേ? ആ സൂവിനകത്തൂടെ നടന്ന നല്ലതല്ലേ? പറ. കോവളം കടപ്പുറത്ത് പോയാ നല്ലതല്ലേ? ഇവിടെ വേറൊരു കടപ്പുറം കൊണ്ടുണ്ടല്ലോ, ശംഖുമുഖം, നല്ലതല്ലേ? പിന്നെന്തിനാ ഇവിടെ വന്നേ? നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെയൊക്കെ പോയാ കൊള്ളാം, പക്ഷേ ഹൃദയ കണ്ണ് തുറന്നവന് അത് വലുതല്ല, ഇതാ വലുത്. മനസ്സിലായാലോ? സ്തോത്രം ചെയ്യാവൂ. സ്തോത്രം. ഞാൻ വെളിപ്പാടിലോട്ട് വരിക. എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുക, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കണം. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് ചിലരുടെ ഹൃദയ കണ്ണ് തുറക്കണം. പിശാചിന്റെ തന്ത്രം കേട്ടോണം. ദൈവകൃപ വന്ന നിന്റെ അകത്ത് ആ സുവിശേഷത്തിന്റെ പ്രകാശനം കത്തി നിൽക്കാൻ സമ്മതിക്കുകയില്ല. നമുക്ക് പ്രശ്നം കൂടുമ്പോഴേ നമ്മൾ ബൈബിള് തുറക്കൂ. പ്രശ്നം കൂടിയപ്പോൾ 91 സങ്കീർത്തനം തന്നെ വായിക്കാൻ ഇങ്ങനെ അങ്ങ് പോവാ. പ്രശ്നമൊന്നുമില്ലേ? ബൈബിളോ കാണുമായിരിക്കും അവിടെ. ബ്രദറെ, നോട്ടീസൊക്കെ കണ്ട് യോധര് വഴി മുഴുവൻ നോട്ടീസ് അല്ലയോ? പ്രശ്നമുണ്ടേ നമ്മൾ. ഇന്ന് ആരാ വരുന്നത്? എന്താ? പലരുടെ അകത്ത് കിടക്കുന്ന സുവിശേഷത്തിന്റെ പ്രകാശനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ സഭയോട് പൗലോസ് പ്രാർത്ഥിക്കുക, ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. കിട്ടുന്നില്ല. കൊടും ചൂടായത്, എന്തോ ചൂടാ. എന്നിട്ട് ഇന്ന് ഉരുകി
പേപ്പർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? മിണ്ടുന്നില്ല. ഈ ദൂതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയ പ്രകാശം എനിക്ക് തിരിച്ചു കിട്ടിയാലോ? ഈ ലോകത്തിന്റെ ദൈവം ചില മനസ്സിനെ കുരുടാക്കുന്നു. എന്നാൽ എഴുതിക്കോ, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് നിന്നോടാ ദൂത്. നിന്റെ വീട്ടിൽ ചിലരുടെ അകത്ത് ഈ സുവിശേഷത്തിന്റെ തേജസ് ചെന്ന് കയറാൻ പോവാ. ഓ ഹല്ലേലൂയ. എന്നോട് ദൈവം പറയാ, നിന്റെ വീട്ടിൽ മുഴുവൻ പേരും രക്ഷിക്കപ്പെടുന്ന ദിവസങ്ങൾ വരുന്നു. ഈ ലോകത്തിന്റെ ദൈവം വെല്ലുവിളിക്കുന്ന വെല്ലുവിളി നിന്റെ വീട്ടിൽ നിന്ന് പൊട്ടാൻ പോവാ. ധൈര്യപ്പെട്ടിരിക്കും. അടുത്തിരിക്കുന്ന ആളെന്ന് കൈ കൊടുത്താൽ ധൈര്യപ്പെടാൻ പറ. ഈ ദൈവമക്കളെ ഓരോ ദിവസം വചനം പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന എന്തിനാ? പ്രശ്നത്തിന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കണം, നെഞ്ചു നിവർത്തി നിൽക്കണം. നീ നിൽക്കുന്ന കണ്ടാൽ തന്നെ പലർക്കും തോന്നും നിന്റെ കൂടെ ആളുണ്ടെന്ന്. മിണ്ടുന്നില്ല. ഒരിക്കൽ ഒരു പാസ്റ്ററെ ഒരാൾ ഉപദ്രവിക്കാൻ ചെന്നു. വണ്ടി കൊണ്ട് നിർത്തിച്ച് വണ്ടിയെ ഒരുത്തൻ ഇറങ്ങി ചെന്നു. പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ 6 എണ്ണേ ഉള്ളൂ, ഞാനൊന്ന് ഞൊടിച്ചാൽ 6000 എണ്ണ ഇറങ്ങും ഇവിടെ. അവൻ ഓർത്തത് പാസ്റ്റർ ആരണ്ട് സെറ്റ്. പാസ്റ്റർ പറഞ്ഞ ആത്മീയ കാര്യ. മിണ്ടുന്നില്ല. പുള്ളി പറഞ്ഞു, ഇല്ല, ഞങ്ങൾ സ്നേഹമായിട്ട് സംസാരിക്കാം. സ്നേഹമാണ് സ്നേഹം. എന്നെ പുള്ളി പറഞ്ഞു, ഇപ്പൊ ഇറങ്ങണ്ട, ഇപ്പം ഇങ്ങനെ വീടിന് ഇപ്പം. മിണ്ടുന്നില്ല. വന്നവന്മാര് സ്നേഹമായിട്ട് സംസാരിച്ചിട്ട് പോയി. നിനക്ക് ഈ ധൈര്യമില്ലായ്മ 40 ലക്ഷം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചോണ്ട് വന്നപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, പുറപ്പാട് പുസ്തകം കഴിഞ്ഞ് യോശുവയുടെ പുസ്തകത്തിൽ വരുമ്പം എന്റെ ദാസനായ മോശ മരിച്ചു, ദുഃഖത്തോടെ എഴുതുക. എന്നിട്ട് ഒരു ചെറുപ്പക്കാരനെടുക്ക ചെന്നിച്ച് പറയുക, യോശുവയോട് പറയുക, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്ക. ഒരു ലീഡർഷിപ്പിന് വേണ്ട ക്വാളിറ്റി ഉറപ്പ്, ധൈര്യം. Glory to God. Glory to God. നിനക്കുറപ്പും ധൈര്യവും ഉണ്ടെങ്കിൽ എത്ര ലക്ഷം പേരെ വേണേലും നയിക്കാം. സ്തോത്രം, സ്തോത്രം. ഒരു നല്ല ആമീൻ പറ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, ഉറപ്പും ധൈര്യവും വേണമെന്ന് പറ. ഉറപ്പും ധൈര്യവും. ഉറപ്പ് എന്തുവാ? യേശു എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്. ധൈര്യം എന്തുവാ? ഞാൻ തോക്കത്തില്ലെന്നുള്ള ഒരു ധൈര്യം. സ്തോത്രം. നാട്ടുകാർ മുഴുവൻ നീ തോറ്റെന്ന് പറഞ്ഞാലും നീ തോക്കുകയല്ല. പക്ഷെ നിന്റെ മനസ്സ് തോറ്റെന്ന് പറഞ്ഞാൽ നീ തോക്കും. എനിക്കെന്തോ ദൈവം ഉറപ്പ് തരിക. ഇന്ന് ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ അകത്തളങ്ങളിൽ ഒരു ജയത്തിന്റെ ഘോഷം, ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം എവിടെയുണ്ട്? എന്റെ കൂടാരത്തിലുണ്ട്. ഓ, വിശ്വാസമുള്ളൊരു സ്തോത്രം ചെയ്ത് തുടങ്ങ്. എനിക്കറിയാം, ഇന്ന് മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ഈ ലൈവിൽ കാണുന്നവർ, ഇവിടെ കൂടപ്പെട്ടവർ എവിടൊക്കെയോ നീ തോറ്റെന്ന് പറഞ്ഞ് അടക്കം മാറിയിരുന്ന് ചിരിക്കുന്ന നിന്റെ എതിരാളി നോക്കി നിൽക്കേ. ഓ, നീ ജയിക്കാൻ പോകുന്നു. ഓ, ഈ ലോകത്തിന്റെ ദൈവം. Glory to God. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പം ഉണ്ടാകുന്ന പ്രത്യേകത പറയാം. പത്രോസിന്റെ ലേഖനം എടുത്തേ, 2 Peter chapter 1 verse 4. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. പെട്ടെന്ന് പോകണം, കാരണം ജയിക്കുന്ന ചില മേഖലകൾ പറയാനാ. സ്തോത്രം, ഹല്ലേലൂയ. 2 പത്രോസ് 1-ാം അധ്യായം 4-ാം വാക്യം. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. അവൻ വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്ത് പോലെ, വിലയേറിയതും
അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അനിപ്പാസക്ക് മാത്രമല്ല, സ്തോത്രം, പൊന്തിയാസ്, ഗലാത്യ, കപ്പദോക്യ, ആസ്യ, മിഥുന എന്നിവിടങ്ങളിൽ ചെതറിപ്പാർക്കുന്ന പരദേശികൾക്കും ഇന്ന് ഈ വെള്ളയമ്പലം പഞ്ചായത്ത് ഹാളിൽ ഇരിക്കുന്നവർക്കും യൂട്യൂബിലും ഫേസ്ബുക്കിലും TV ചാനലും കാണുന്നവരും അടുത്ത മാസം കാണുന്നവരോടും പറയുകയാണ്, നിങ്ങളെ ദൈവം കണ്ടിരിക്കുന്നത് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തത്തിന് വേണ്ടിയാണ്. അടുത്തോട് വായിച്ചേ. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമാനമെടുക്കരുത്. എല്ലാം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിന്റെ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമാനിടവരും. അപ്പൊ ചിലത് വിട്ടാലേ പറ്റൂ. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. ഒന്ന് തൊട്ടേച്ച് പറയാം, ദിവ്യ സ്വഭാവത്തിന് ലോകത്തിൽ മോഹത്താൽ ഉള്ള നാശം. 2:20 വായില്, 2 പത്രോസ് 2:20. സ്തോത്രം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന് മാലിന്യം വിട്ടോടിയവർ. അപ്പൊ ഈ ലോകത്തിന്റെ മാലിന്യം വിടാൻ കാരണം എന്നാ? ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മുടെ അകത്ത് വന്ന. ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മുടെ അകത്ത് വന്നതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി. നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, ഈ ലോകത്തിന്റെ ഒരു ശക്തി കണ്ടോണം. വിട്ടോടിയ നിന്നെ പിന്നെ ആ ലോകത്തിലിട്ട് കുഴപ്പിക്കുക. വിടുന്നില്ല, പലതും വിട്ടതാ. പക്ഷെ ഇപ്പൊ പിന്നെ അതിനകത്ത് കടന്ന് ചെറുതായിട്ട് എന്തുവാ കഴിയുക. എന്നിട്ട് പാസ്റ്റർമാര് പ്രാർത്ഥിക്കുന്ന ഒക്കുന്നില്ല. നേരത്തെ ഇങ്ങനൊന്നും അല്ലായിരുന്നു, ഞങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നതാ. സോദരം, വിട്ടോടിയ ചിലര് പണ്ട് 2 കുടിയന്മാര് രക്ഷിക്കപ്പെട്ടു. സഭായവും മുടക്കി 2 കുടിയന്മാര് കല്യാണത്തിന് പോയി. ഒരു കുടിയൻ മറ്റേ കുടിയനോട് പറഞ്ഞു, നമ്മളിപ്പം നമ്മുടെ സഭയുടെ അടുക്കൽ നിന്ന് 180 കിലോമീറ്റർ ദൂരെയാ. അപ്പൊ ഞാൻ എന്തോ വേണം? ഒന്നും വേണ്ട. കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരം കൊണ്ട് കള്ളന്നൊരു ബോർഡ് കണ്ടു. പാസ്റ്റർ അന്നേ കാണുന്നുമില്ല. അപ്പൊ കൂടെ പോയ കുടിയൻ പറഞ്ഞു, ഞാൻ എങ്ങനാ നിന്നോട് പറയുന്നേന്ന് വിചാരിച്ചിരിക്കുവാൻ. രണ്ടുപേരും കൂടെ വണ്ടി നിർത്തിയിട്ട് കുടിച്ചു. തിരിച്ച് വണ്ടി ഓടിച്ചു. പോലീസ് പിടിച്ചു. പോയി ടെസ്റ്റ് എടുത്തു. എന്നിട്ട് യോഗത്തിന് വന്നിട്ട് ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുക. പക്ഷെ എന്താ വെച്ചാൽ ഒരു ഉന്മേഷമില്ലാത്ത എന്തോ പറയാനാ, ശത്രു അങ്ങ് പോരാടുക. എന്നോട് പിണങ്ങൊന്നും ചെയ്യല്ലേ. ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടൊഴിഞ്ഞവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ, അതിൽ ഈ ഗലാത്യ സഭയോട് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുക. അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കേട്ടോ, നിന്നെ കൊടുക്കാനാ പ്ലാൻ. ഈ ലോകത്തിന്റെ ദൈവം ഒത്തിരി പേരെ കുടുക്കിയിട്ടേക്കുക. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ സണ്ണിപ്പാഷ് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ചിലരെ കുടുക്കിയ കാര്യം പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. പറഞ്ഞില്ലയോ?
തമ്പുരാൻ ചിലർക്ക് പണി തന്നാ ഉണ്ടല്ലോ, പിന്നെ നൂരാൻ പറ്റുകയില്ല. കുറച്ചൊക്കെ തമ്പുരാൻ പോട്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷെ എന്നും പോട്ടെന്ന് നിങ്ങളതിന് ഇച്ചിരി ഗഹനമായിട്ട് ജയം തരാനാ ദൈവത്തിന് ആഗ്രഹം. പക്ഷെ ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവത്തിൽ ജനിക്കണം. ഒരാമയും വരുന്നില്ല. ചില ആൾക്കാർ പറയും, പാസ്റ്ററേ ഞങ്ങൾ അവിടെ ചേർന്നില്ലെന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് ദശാംശം കിട്ടിയാൽ ഞങ്ങൾ തരും. സ്വോത്രമൊക്കെ പോയോ? ഞങ്ങൾക്ക് ഇവിടെയും വേണം അവിടെയും വേണം. കിട്ടുന്നില്ല. എന്നാ കാര്യം? അവിടെ വിടാൻ പറ്റാത്ത ചിലതുണ്ട്. സ്തോത്രം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. കാരണം ഈ നമ്മളെ എയർപോർട്ട് വഴി ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു കൈപൊക്കിക്ക്. എയർപോർട്ട് വഴി നന്നായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മൾ പഞ്ചായത്ത് കോൾ യോഗത്തിന് വരുന്ന പോലാണോ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ദുബായിലോട്ടോ ഡൽഹിയിലോട്ടോ പോകുന്നേ? നീ അവിടെ ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, സിഗരറ്റിൻ്റെ ലൈറ്റർ കൊണ്ടു കയറാൻ പാടില്ല. പിന്നെ നെയിൽ കട്ടർ കൊണ്ടു കയറാൻ സമ്മതിക്കത്തില്ല. കത്തി, കടാര ഒന്നും. ഞാൻ വലിയ ആളാന്ന് വീട്ടിൽ ഇരിക്കും. നമ്മളൊക്കെ ഏതെങ്കിലും എയർപോർട്ട് വഴി പോവാന്നെങ്കിൽ നമ്മുടെ ബ്രഷും പേസ്റ്റും ഒക്കെ ഇടുന്ന ബാഗ് കുടഞ്ഞിട്ട് പരിശോധിക്കും. വല്ല നെയിൽ കട്ടറോ വല്ല കത്രിയോ വല്ല ഉണ്ടോ? ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ പ്രശ്നമാവും. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് അവിടെ ചെല്ലുമ്പം നമ്മുടെ കയ്യിരിക്കുന്ന ലഗേജ് എല്ലാം സ്കാൻ ചെയ്യണം. നമ്മുടെ തോളയിലെ ബാഗ് ഇടാൻ നേരത്തെ അവർ ചോദിക്കും, മൊബൈൽ ചാർജർ, മൊബൈൽ വയറ്, പവർ ബാൻഡ്, വല്ലതും ലാപ്ടോപ്പ്, ഐപാഡ് ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ബോക്സിലിടണം. ബെൽറ്റ് ഊരണം, ഷൂ ഊരണം, വാച്ച് ഊരണം. ഇതിനാ ഡൽഹി വരെ പാന. ട്രെയിനേ കയറിയ ഒരു കുഴപ്പമില്ല, എല്ലാം ഇട്ടുകൊണ്ട് കയറാം. എന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പം ഒരു പുള്ളി പറയും, ഇങ്ങനെ നിന്നു. എന്നിട്ട് ഇതിന്റെ ഇവിടം തൊട്ട് ഇങ്ങനെ പരിശോധിച്ച് തിരിഞ്ഞു നിൽക്ക. ഫുള്ള് പരിശോധിച്ച് അപ്പുറത്ത് ചെല്ലുമ്പം നിന്റെ ബാഗിൽ ഇങ്ങനെ നെയിൽ കട്ടർ ഉണ്ടെങ്കിൽ നിന്റെ ലഗേജ് വേറെ സ്ഥലത്താണ് വന്നേക്കുന്നത്. അതെല്ലാം പരിശോധിച്ച് എന്നിട്ട് നിന്നെ ആകാശയാത്ര കേറ്റു. അങ്ങനെയാണ് ഈ രാജ്യത്തുനിന്ന് ആ രാജ്യത്ത് പോകാൻ മാറ്റേണ്ടത് ഓരോന്ന് കണക്ക് പറഞ്ഞു മാറ്റിയിട്ട് ജയം നടക്കാൻ പോവാ. ജയം നടക്കാൻ പോവാ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ദൂത് തരുന്നു. ഞാൻ ഒരിക്കലും ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കൈ കാണിച്ചു. അപ്പൊ അവരെ മിഷൻ കൊണ്ട് നോക്കിയപ്പോൾ ഇവിടെ വന്നപ്പോ കൂക്കൂ കൂക്കൂന്ന് അടിക്കാൻ തുടങ്ങി. പുള്ളി പറഞ്ഞു കൈ മടക്കി വെക്കാൻ പറഞ്ഞു. കൈ മടക്കി വെച്ചു. പിന്നെ പുള്ളിക്ക് പറഞ്ഞു, സാറേ ഒരു മിനിറ്റ്. പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്തങ്ങോട്ട് കൊടുത്തു. ഡോക്ടർ സർട്ടിഫിക്കറ്റ്. ഇവന്റെ കൈയുടെ ഈ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഒരു മെറ്റൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റ്. അല്ലേ നീ പോവുകയല്ല. ഫ്ലൈറ്റിൽ എൻ്റെ അടുക്കലാ പുള്ളി ഇരുന്ന്. ഞാൻ പുള്ളിയോട് ചോദിച്ചു. പുള്ളി പറഞ്ഞു, പല എയർപോർട്ടിൽ നിന്ന് തിരിച്ചു വിട്ടോണ്ടായി പേപ്പറും കൊണ്ട് നടക്കുന്ന. ഇപ്പം
നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു ദിവസം എൻ്റെ ബാഗ് ലഗേജിൽ കൂടെ വിട്ട്, ഷോൾഡർ ബാഗ് അവര് പറഞ്ഞ് തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പം 2 ചാവി ഒരു കീച്ചേനെ കിടക്കുക. അവരെ ചാവി മാത്രം എടുത്തുകൊണ്ട് പോയി സ്കാൻ ചെയ്ത ചതമ്മേ. അത് ഇനി എങ്ങാനും കൂക്കു അടിച്ചായിരുന്നെങ്കിൽ അതും അവർ വേസ്റ്റിനകത്ത് കളഞ്ഞേനെ. എടാ, ഇവിടുന്ന് 3 മണിക്കൂർ ദൂരെയുള്ള ദുബായ് വരെ പോകാൻ ഇത്രയും കാര്യം നിന്നിൽ മാറ്റണമെങ്കിൽ പരിശുദ്ധമായ നിത്യരാജ്യത്ത് ചെല്ലുവാൻ എന്തുമാത്രം പ്യൂരിഫിക്കേഷൻ നിന്നിൽ നടക്കേണ്ടതുണ്ട്. നിന്നെ ഇന്ന് വചനം ശുദ്ധീകരിക്കുക, നിന്നെ ദൈവവചനം ശുദ്ധീകരിക്കുക, നിന്നെ പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുക. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹല്ലേലൂയ. നീ പോയച്ച് നാളെ തിരിച്ചു വന്നാലും മറ്റന്നാളിൽ പോകുമ്പോഴും ഇത് വേണം. എന്നാൽ നിത്യരാജ്യത്തോട്ട് പോകാൻ ഈ ലോകത്തിന്റെ മാലിന്യം വിട്ടൊഴിഞ്ഞവർ വീണ്ടും അതിൽ കുടുങ്ങിപ്പോയാൽ, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഛർദിച്ചത് തിരിച്ചു തിന്നുന്നത് നായാണ്, മറ്റൊന്നും തിന്നുകയില്ല. ഒരിക്കൽ ഉപേക്ഷിച്ചത് തിരിച്ചെടുക്കുന്നത് നായുടെ സ്വഭാവമാണ്. എവിടൊക്കെയോ ദൈവം പറയുക, ഒരു ജയത്തിന്റെ തടസ്സം ഇന്ന് പൊട്ടിയേ പറ്റൂ. നിനക്ക് ജയം തരാൻ ദൈവം റെഡിയാ. നിന്നെ കുടുക്കിയിട്ട ഈ ലോകത്തിന്റെ ദൈവം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ച, സ്വർഗത്തിൽ പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. അത് ചുമ്മാ പോരാട്ടം ഭാഗ യോഗത്തിന് വന്നാണോ? ആണോ? കൊച്ചിനെ കെട്ടിക്കാൻ വന്നാ പറഞ്ഞത്, കെട്ടി ചെയ്യുമ്പോൾ ഞാൻ പോകും, ദൈവത്തിന് ഒരു എതിരുമില്ല, ഫ്രീയാ. കൊച്ചിന്റെ കല്യാണം അടുത്ത മാസമുണ്ട്. മിണ്ടുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ലോകം നിന്നെ കുടുക്കാൻ നോക്കുക. പരിശുദ്ധാത്മാവ് പറയുക, നീ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവണം. എന്തോ സ്വഭാവ? ചുമ്മാ നീ ചോദിച്ചടുത്തിരിക്കുന്നുണ്ട്, ദിവ്യ സ്വഭാവമാണോ? ഇനി എന്തുവാ ദിവ്യ സ്വഭാവം? ഇപ്പൊ തന്നെ ചിലർ ഇറങ്ങിപ്പോവാൻ റെഡിയാ. ഇനി ദിവ്യ സ്വഭാവം കൂടെ പറഞ്ഞ കാട്ടൊലിവായ നമ്മെ അവൻ മുറിച്ചെടുത്ത് നല്ല ഒലിവോട് ഒട്ടിച്ചു. ഏതാ നല്ല ഒലിവ്? ക്രിസ്തു. മിണ്ടുന്നില്ല. മനസ്സിലായി? ദിവ്യ സ്വഭാവം. ചെല്ലു പറയത്തില്ലയോ, ഇയാളെ ഒരു മോൻ ദേഷ്യം വന്നപ്പം അവന്റെ ഭാര്യക്കിട്ട് അടിച്ചു. പാവം പെണ്ണ് നിന്നുകൊണ്ടു. ഭയങ്കര അടിയായിരുന്നു. ഒരെണ്ണേ കൊടുത്തുള്ളൂ. അതൊരു ഭയങ്കരമായി പോയി. 5 വിരലും വൈകിട്ട് ആങ്ങളച്ചെറുക്കാൻ കാണാൻ വന്നപ്പോൾ 5 വിരല് കൗളത്ത് കിടക്കുന്നു. അപ്പൊ അവള് പറഞ്ഞു, അവള് കൊതുകിനെ അടിച്ചാണ്. അവൻ പറഞ്ഞു, ഇത് നിന്റെ കൈയല്ല, അച്ചായന്റെ കയ്യാ. അവൻ സ്ഥലത്തില്ല, ഒരു സ്ഥലത്ത് പോയിക്ക. ഉടനെ വിശ്വാസിയാന്നേ, ജാതിയൊന്നുമല്ല, വിശ്വാസി. ഉടനെ
അവൻ്റെ അമ്മ പറഞ്ഞു, അങ്ങളോട് പറഞ്ഞു, മോനെ ക്ഷമിക്കണം, ഇവൻ്റെ അപ്പന് ഇതായിരുന്നു പരിപാടി. അപ്പൊ കൊച്ചൻ ചോദിച്ചേ, അപ്പം രക്ഷിക്കപ്പെട്ടവർക്ക് അപ്പന്റെ സ്വഭാവമാണോ വേണ്ടത്, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവത്തിന്റെ സ്വഭാവമാണ് വേണ്ടി? അപ്പനിങ്ങനാന്ന് കെയർ ഓഫിൽ സൂക്ഷിച്ചു കണ്ട് നിൽക്കണം. ദിവ്യ സ്വഭാവം എന്തെങ്കിലും പറഞ്ഞോണ്ട് കൗളു, എനിക്ക് ഭയങ്കര ദിവ്യ സ്വഭാവം ഫാസ്റ്റ്, വഴക്ക് പറഞ്ഞു നോക്കണം. ഒരു പാമ്പഴഞ്ഞു പോന്നു, ചുമ്മാ ഒരു കല്ലെടുത്തെറിയണം. ചേരയാണേ വേഗത കൂടും, ഐറ്റമാണേ അല്ലേ? ചേരപ്പാമ്പാണ്, മറ്റേ പുള്ളിയാന്ന് എറിഞ്ഞ പുള്ളി അന്നേരം പുറകോട്ടു. ചുങ്കിടി സിൽക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോ എൻ്റെ അച്ചായ ഒരു കുഞ്ഞു കല്ലൊന്നെറിയണം. ഇന്ന് ചീറ്റ് നിർത്തിയിട്ടില്ല, നേലും നിർത്തുമെന്ന് വിശ്വസിച്ച എൻ്റെ പ്രസംഗം. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, എന്തുവാ ദിവ്യ സ്വഭാവം? ഈ നമ്മൾ പൊതുവെ പറയുന്നൊരു ഭാഗമുണ്ട്, ഈ ഭാര്യയും ഭർത്താവും കൂടെ വർത്താനം പറയുമ്പോൾ ചിലപ്പോൾ ഈ ഭർത്താവ് ഭയങ്കരമായിട്ട് ചൂടാവും. പറഞ്ഞ വഴക്കുണ്ടാക്കാൻ ഇഷ്ടമില്ലാത്ത ഭർത്താക്ക് പറയുന്നൊരു പദമുണ്ട്, ദേ ഇപ്പം എന്നോട് മിണ്ടരുത്, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക, അതെന്നെ സ്വഭാവമാണ്. അതെ, ചിലർ നിങ്ങൾ പറഞ്ഞില്ലോ, ഇവന്റെ സ്വഭാവം എന്തോ സ്വഭാവമാണ്, ഇതാരുടെ സ്വഭാവമാണ്? ഞാൻ പറയാം, ഞാൻ ബൈബിളിൽ കൂടെ. പക്ഷെ ബൈബിള് പറയാ എന്നെ സ്വഭാവ എന്നുറക്കെ പറഞ്ഞേ, ദിവ്യ സ്വഭാവം. സ്തോത്രം. കയ്യടിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കരുത്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം. അപ്പം ഈ ലോകത്തെ ജയിക്കണം. എന്തുവാ? ഈ ലോകത്തെ അക്ഷരീക കണ്ണും ആത്മീയ കണ്ണും രണ്ടാ. ലോത്തിനോട് അബ്രഹാം പറഞ്ഞു, നിനക്കിഷ്ടമുള്ളിടം തെരഞ്ഞെടുത്തോ. അവന് സ്കൈലൈൻ്റെ ഫ്ലാറ്റ് ഉള്ളടോ. സ്കൈലൈൻ്റെ ഫ്ലാറ്റുള്ള സ്ഥലവും SFSകാരുടെ ഫ്ലാറ്റുള്ള സ്ഥലവും ഗാർഡനുള്ള സ്ഥലവും സ്വിമ്മിംഗ് പൂളുള്ള സ്ഥലവും നോക്കി വെച്ച് പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞു. നല്ലതെല്ലാം കൊണ്ടുപോയപ്പം അബ്രഹാം പറഞ്ഞു മരുഭൂമി മതി. അകത്ത് ദർശനമുള്ളവൻ ഇപ്പം മരുഭൂമിയാണെങ്കിലും ആ മരുഭൂമി ഉദ്യാനമാകും. മനസ്സിലായാലോ? സ്തോത്രം ചെയ്യാവൂ. എനിക്കെന്തോ ദൈവത്തിന്റെ ബോധ്യം ദൈവം ഇവിടെ തരിക. നിന്റെ വീടിനകത്ത് ഒരു ജയത്തിന്റെ ഘോഷം ഞാൻ കേൾക്കുന്നൊരു ശബ്ദം പറയാം. ചിലരുടെ ലൈഫിൽ ഒരു ഞെട്ടലോടെ ചില ജയം വെളിപ്പെടാൻ പോവുക. നിന്റെ വീട്ടിൽ ദൈവം ചെയ്യാൻ പോകുന്ന ജയം ചിലർക്ക് ഞെട്ടലാരി. അപ്പൊ ഒന്ന്, ഈ ലോകത്തെ ജയിക്കണം. രണ്ട്, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം വാക്യം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. രണ്ട്, തിന്മയെ ജയിക്കണം. എന്താണ്? തിന്മയെ ജയിക്കണം.
തിന്മയെ ജയിക്കാൻ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് നിന്റെ ഉള്ളും നിറയണം. സ്തോത്രം. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടോ? ഉണ്ടോ? പറ. 3-4 വാക്യം എടുക്കുമ്പോ ഇല്ലെന്ന് പറയല്ല. ഞാൻ ഇപ്പൊ എടുക്കുന്നില്ല, ഇപ്പൊ രക്ഷപ്പെടുക. തിന്മയോട് തോൽക്കാതെ നന്മ കൊണ്ട് തിന്മയെ. രണ്ടാമത്തെ ദൂത്, ചില തിന്മകളെ നിന്റെ അകത്തെ നന്മ കൊണ്ട് നീ ജയിക്കാൻ പോവുക. ഒന്ന് തെസ്സലോനിക്കരുടെ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. ഒന്നാമത്തെ ദൂത്, നിനക്കൊരാള് തിന്മ ചെയ്താൽ തിരിച്ചവന് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവീൻ. ഞാൻ ചോദിക്കട്ടെ, മനസ്സിലാവുന്ന പോലെ ചോദിക്കാം. നിങ്ങളോട് ആരെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടോ? എന്നോട് ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഇനി അടുത്ത സത്യം പറയണം. അവരോട് പകരം ചെയ്യാൻ നിന്റെ മനസ്സിൽ ഉദ്ദേശമുണ്ടോ? പിന്നെന്താ നിനക്ക് തിന്മ ചെയ്തവന് നന്മ വന്നപ്പോൾ നിനക്കൊരു സന്തോഷമില്ലാത്ത? നിന്നോട് തിന്മ ചെയ്തവനോട്, ഇപ്പം എക്സാമ്പിൾ ആരെ പറയും, ഇപ്പം എന്നെ കൂട്ടി പറയാം, കുഴപ്പമില്ലല്ലോ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് നേരെ മോശമായിട്ട് സംസാരിച്ചു. അത് സൂക്ഷം പോലെ സാവുച്ചാൻ ചെന്ന് പറഞ്ഞു. സാവുച്ചാനോടാ ഞാൻ പറഞ്ഞു. സാവുച്ചാൻ പറഞ്ഞോട്ടെ, ഇന്നാളത്തെ കാര്യമാണ്. സാവുച്ചാനോടാ പറഞ്ഞു. സാവുച്ചാൻ ചെന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഇത് കേട്ടയാള് എനിക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ? എന്തേലും ഒരു കുഞ്ഞു പാരയിൽ നമ്മൾ ചിലരുടെയൊക്കെ സഹിക്കാൻ ക്ഷമിക്കാനൊക്കെ പറഞ്ഞ എന്നെ കുറിച്ചാ പറഞ്ഞ്. എനിക്ക് ദണ്ണമുണ്ട്. 4 വാക്ക് പറയാതെ ഞാൻ പോയാ ഞാൻ പെണ്ണല്ല. പകരം ചെയ്യുന്ന മെന്റാലിറ്റി ഉണ്ടാകരുത്. ദോഷത്തിന് പകരം ദോഷം ചെയ്യരുത്. ശകാരത്തിന് പകരം ശകാരിക്കരുത്. കാരണം നീ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടയാളാ. ഞാൻ നിങ്ങളോട് ഒരു നന്മയുള്ളൊരു മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞ അതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. മറ്റൊരാളുടെ നന്മയിൽ സന്തോഷിക്കുക ഭയങ്കര പ്രയാസം. അതൊക്കെ നമ്മൾക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ്. ഈ മനസ്സിനെയൊക്കെ ഒന്ന് സമ്മതിപ്പിച്ച് ആ പുള്ളിയുടെ നന്മയിലൊക്കെ ഒന്ന് സന്തോഷിക്കാൻ. രണ്ടുപേരും തമ്മിൽ പിണങ്ങിയിരുന്നു. അപ്പൊ പിണങ്ങിയ ആളോട് ഞാൻ പറഞ്ഞു, മോടെ കല്യാണത്തിന് അച്ഛനെ കൂടെ വിളിക്കണം. പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുക. എനിക്ക് അവനെ ഇഷ്ടമല്ല. അവൻ ചെന്ന് പറഞ്ഞു, മോടെ കല്യാണ പാസ്റ്റർ പറഞ്ഞു നിങ്ങളെ വിളിക്കണമെന്ന്. സൗകര്യമുണ്ടെ വന്നേക്കണം. എന്നിട്ട് ആ പുള്ളി കല്യാണത്തിന് വന്നിരിക്കുക.
ഞാനാ കല്യാണം നടത്തുന്നത്. വന്നിരിക്കുന്ന പുള്ളിയുടെ മുഖത്ത് ഒരു ചൈതന്യമില്ല. പുള്ളി കല്യാണത്തിന് വന്നു, അതൊരു പ്ലസ് പോയിന്റാണ്. പക്ഷെ വന്നതും വരാത്ത ഒരുപോലെ ആയിപ്പോയി. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞാൻ നോക്കി, ആളെ കാണുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് വിളിച്ചോ, ചേയോ ഒന്നില്ല. പിന്നെ ഞാൻ പാസ്റ്റർ കണ്ടില്ലല്ലോ, കഴിച്ചില്ലയോ? അവന്റെ ചോറ് ഞാൻ കഴിക്കൂ. ഞാൻ പറഞ്ഞു, അച്ഛാ സ്വർഗത്തിൽ പോണ്ടായോ? സ്വർഗത്തിൽ പോയില്ലേ. വാശിയാ. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ചില വാശി പൊട്ടുവന്ന്. സ്തോത്രം. തീരാൻ സമയത്ത് ഇതൊന്നും പറയാൻ പാടില്ല. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഒന്ന്, ലോകത്തെ ജയിക്കണം. 2, തിന്മയെ ജയിക്കണം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:15. ദൈവത്തിന് സ്തോത്രം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ. തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എന്നോട് ദൈവം പറയാ, ചിലരുടെ കെട്ട് ഇന്ന് പൊട്ടു. വൈരാഗ്യ ചിന്തകൾ വിട്. ചില തിന്മയെ ജയിച്ചേ പറ്റൂ. നല്ലൊരു ഹല്ലേലൂയ പറ. എനിക്കറിയത്തിൽ എന്തോ വലിയ നന്മ വെളിപ്പെടാൻ പോവാ, എന്തോ വലിയ അനുഗ്രഹം വെളിപ്പെടാൻ പോവാ, എന്തോ ഭയങ്കര വിജയം വെളിപ്പെടാൻ പോവാ. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഞാൻ ഇന്ന് ദൂത് പറയുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, നിന്റെ കൂടാരത്തിനകത്ത് ഒരു ജയം ഉണ്ടാകാൻ പോവാ.